ഇതാ പാവയ്ക്ക കുരുകുരാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇന്ന് വെക്കാൻ പോകുന്നതുണ്ടല്ലോ കരേല ബാജിയാണ്, അതായത് നോർത്ത് ഇന്ത്യൻസിൻ്റെ കരേല ബാജി. ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര കയ്പാണ്. അവർ കയ്പം പാവയ്ക്ക വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു പ്രത്യേക രുചിയാണ്. ഓ, അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഇങ്ങനെ കൂട്ടത്തില്ല കേട്ടോ. ഇതാ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്കത്തെ ഇതങ്ങ് കളയണം. അതായത് കുറച്ച് നേരം ഉപ്പൊക്കെ തിരുമ്മി വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പം എനിക്ക് നേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് ചെയ്യാറ്. ഇങ്ങനെ ഇതിനുള്ളിലൊക്കെ കളഞ്ഞെടുത്തിട്ട് അങ്ങനെ തന്നെ ഇട്ടാണ് അവർ വെക്കുന്നത് കേട്ടോ, കൈപ്പോടെ. കാരണം അതിൻ്റെ ഷേപ്പൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഷേപ്പൊന്നും ഉണ്ടാവില്ല, വളഞ്ഞൊക്കെ പോകും. പിന്നെ ഉപ്പ് തിരുമ്മി കുറച്ച് നേരം വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഉണ്ടാക്കണം. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് ശരി. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് തിരുമ്മെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് നല്ലോണം 10 മിനിറ്റ് വെച്ചേക്കണം. പക്ഷെ ഞാൻ 10 മിനിറ്റ് ഒന്നും വെക്കുന്നില്ല. ഒരു 2-3 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. അന്നേരത്തേക്ക് അത്യാവശ്യം ഒന്ന് ഇതാവും. അന്നേരത്തേക്ക് ഇതിലേക്ക് ഇടാനുള്ള നമ്മുടെ തക്കാളി അരിഞ്ഞെടുക്കാം. അതിൻ്റെ അത് തക്കാളി ഇടും. പിന്നെ ആംചൂർ ഇടും. ആംചൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംഗോ പൗഡറാണ് കേട്ടോ. അതില്ലെങ്കിൽ എന്ത് ചെയ്യണം, പച്ചമാങ്ങ എടുക്കണ്ട. അപ്പോൾ പച്ചമാങ്ങ ഇടാം. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ കയ്പ്പ് കുറച്ച് കുറഞ്ഞിരിക്കും, പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ അതിന്. ഞാനതൊന്നും ഇല്ലാത്തതുകൊണ്ട് കുരുകുരാന്ന് അരിഞ്ഞെടുത്തിട്ട് ഇതങ്ങനെ ഇടാം. അപ്പോൾ ചെറിയൊരു പുളി കിട്ടും അതിൻ്റെ. അച്ചാറിടുന്ന പോലെ അരിഞ്ഞെടുക്കുക. എന്തൊക്കെ ഐഡിയ പ്രയോഗിച്ചാലാ കടയിൽ കിട്ടും കേട്ടോ ആംചൂർ വാങ്ങാൻ. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു ഇത്തിരി പണിയാണ് കേട്ടോ. ഇതാ ഇത്ര നേരമായിട്ടുണ്ട്, നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. കാത്തു വെക്കാനുള്ള ക്ഷമയൊന്നുമില്ല. ഒരു 10 മിനിറ്റ് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നല്ലോണം അതുണ്ട വെള്ളം പോയി കിട്ടും. പിഴിയാനായിട്ടൊന്നും മഞ്ഞില്ല. അപ്പം ഞാനിത് കറി വെക്കാൻ പോവാണേ. സമയമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങ് വറുത്തെടുക്കാൻ പോവാണേ. കുറച്ചധികം വേണം, ഒന്ന് വറന്ന് വന്നാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിട്ട് കൊടുക്കാം. കുറച്ച് ഇട്ടെടുത്താലും മതി, അല്ലെങ്കിൽ മുഴുവനോടെ ഇട്ടെടുക്കാം. ഞാനിന്ന് മുഴുവനോടെ ഇട്ടങ്ങനെ എടുത്തിട്ട് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി വരട്ടെ. അന്നേരത്തേക്കും ഒന്നും ചെയ്യാനില്ല. മാങ്ങ അരിഞ്ഞിട്ടുണ്ട്, തക്കാളി സവാള അരിഞ്ഞിട്ടുണ്ട്. പരന്ന ഫ്രൈ പാനാണെങ്കിൽ നല്ലതാട്ടോ. ഇതാകുമ്പോൾ പെട്ടെന്ന് റെഡിയാവും, അതുകൊണ്ടാണ് ഞാൻ ഇതിലിരുന്നത്. കഞ്ഞി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കഞ്ഞിയൊക്കെ തിളച്ച് വരട്ടെ. ഇനി പാവയ്ക്ക കറി വെച്ചിട്ട് വേണം, കരേല ബാജി വെച്ചിട്ട് വേണം ചോറുണ്ണാൻ. അത്യാവശ്യം ഒരു പകുതി ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ആ പാവയ്ക്ക പകുതിയായി കുറഞ്ഞില്ല. കുറച്ചുകൂടെ ഫ്രൈ ആയാലും നല്ലതാണ് കേട്ടോ. ഇതുപോലൊക്കെ ആയാൽ നല്ലതാണ്. ഇതുണ്ടോ,
ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഉണ്ടാവാതെ ആയിട്ടുണ്ട്. എന്നാലും ഞാൻ ഇതുകൊണ്ട് എടുക്കുക, എനിക്ക് ഈ കയ്പ്പ് കുഴപ്പമില്ല. കോരാണ്. എല്ലാവർക്കും ഈ കയ്പ്പ് പിടിക്കണം എന്നില്ല കേട്ടോ, എല്ലാവർക്കും ഒന്നും ഇഷ്ടാവില്ല. ബിനുവിന് അത്ര പിടുത്തമില്ല, എന്നാലും കഴിക്കും എന്നേ ഉള്ളൂ. ജീരകം പൊട്ടിക്കാം, കടുക് പൊട്ടിക്കാം. ജീരകം പൊട്ടിക്കണം എന്തായാലും. ഇതാ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് വേണമെങ്കിൽ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇച്ചിരി കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവർ കടുകൊന്നും ഇടില്ല. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി, കുറച്ച് മതിയേ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി. ഇതാ മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് സവാള വറുത്ത് കോരി വെക്കേണ്ടതാണ്, പക്ഷെ ഞാൻ വറുത്തില്ല. ഇതങ്ങനെ ഇടുക. അധികം വഴണ്ട് പോകരുത് കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് നല്ലവണ്ണം ഉടഞ്ഞു കഴിയുമ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതാ തക്കാളി ഇട്ട് കൊടുക്കാം. കൂടെ മാങ്ങായും കൂടെ ഇടുവാണ് കേട്ടോ. ശരിക്കും പൊടിയാണെങ്കിൽ ലാസ്റ്റ് ഇട്ടാൽ മതി. ഇനി ഇതൊന്ന് വെന്ത് വരണ്ടേ. ഇപ്പം ദാ തക്കാളി ഇട്ടു. ഇതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. ഒരു ഡെലിവറി വന്നു, അതിനെ എടുക്കാൻ പോയി, അല്ല മേടിക്കാൻ പോയത്. അപ്പോൾ തക്കാളി ഒന്ന് ആയി വരട്ടെ കേട്ടോ. മുളക് പൊടി ഒന്നും പറയണ്ട. ഇതാ ചോറ് കളിച്ചിട്ടുണ്ട്, ചോറ് വറുത്തിട്ട് വരാം കേട്ടോ. ഇതാ നമ്മുടെ പാവയ്ക്ക കറി റെഡിയായി. ആദ്യം എടുത്തൊന്നും കിട്ടിയില്ല, സ്റ്റോറേജ് ഫുള്ളായി പോയി. ഞാൻ ഡിലീറ്റ് ചെയ്യാൻ മറന്നു പോയായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ പാവയ്ക്ക ബാജി, കരേല ബാജി റെഡി. അല്ല, ആവി പറക്കുന്ന ചൂട് ചോറ്, നമ്മുടെ കരേല ബാജി, പിന്നെ ഇതാ മീൻ വാങ്ങിയിട്ടത്, മാങ്ങാച്ചാറുണ്ട്. ക്ഷമയില്ല. കയ്പൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ കയ്പ്, പക്ഷെ കുഴപ്പമില്ല. എനിക്ക് ചെറിയ കയ്പൊക്കെ ഇഷ്ടമാണ്. ടേസ്റ്റ് അടിപൊളിയാണ്. കയ്പില്ലെങ്കിൽ ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പം മാങ്ങ പൗഡർ ഇടുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും, പുളിയൊക്കെ പിടിച്ച് വരുമ്പോഴേ. വലിയ കയ്പൊന്നുമില്ല കേട്ടോ. നമ്മൾ പാവയ്ക്കത്തോരം കൂട്ടൂലേ, അത്ര കയ്പുള്ളൂ. പിന്നെ വേണമെങ്കിൽ മാങ്ങയും കൂടി ഇട്ട് കുഴച്ച് കഴിക്കാം.